നമസ്കാരം. അമാവാസി പൂജയാണ് വരുന്നത്. വിശേഷാലായിട്ട് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഹോമപൂജകളും ഗുരുതി പൂജകളും നിവേദ്യ പൂജകളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ ഭക്തർക്കും അതിൻ്റെ ഭാഗമാവാവുന്നതാണ്. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാവാം. ഒരുപാട് പേര് അതിൻ്റെ പൂജയുമായി ബന്ധപ്പെട്ട് എത്ര പൈസ വരുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഹോമ പൂജയിലും നേരിട്ട് പങ്കെടുക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ 3001 രൂപ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ലെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമാവാം. നേരിട്ട് പങ്കെടുക്കുമ്പോൾ അവരുടെ ഹോമ പൂജയിൽ നമുക്ക് അതിന് വേണ്ട ഒരുക്കങ്ങൾ വരുമ്പോൾ അവർ തന്നെ അതിന് ഡയറക്റ്റായിട്ട് ഒഴിഞ്ഞ് സമർപ്പിച്ച് ഹോമകുണ്ടത്തിലേക്ക് ഒഴിഞ്ഞ് സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരുപാട് ചമതകളുടെ ആവശ്യമുണ്ട്. നമ്മൾ അത്രയും വിശേഷാലായിട്ടുള്ള ചമതകൾ യൂസ് ചെയ്യുന്നതാണ് അതിൽ. അപ്പോൾ അത്ര വരുമ്പോൾ നമുക്കതിന് ഒരു ചിലവ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേര് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നെ ഒരുപാട് പേര് സാമ്പത്തികമായിട്ടും പലതരത്തിലും ആൾബലമായിട്ടും എനിക്ക് വേണ്ട സമയത്ത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എനിക്കുമൊക്കെ ഒരു സ്നേഹവാക്ക് കൊണ്ട് പോലും ഒരു കരുതൽ കൊണ്ട് പോലും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾക്ക് ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുക, എന്നാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് മാന്ത്രികപരമായിട്ടുള്ളതും മാനസികപരമായിട്ടുള്ളതും പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ കൂടെ ഒരു കൂട്ടായിട്ട് ഒരു വ്യക്തി ഉണ്ടാവുക, ഒരു കുടുംബം ഉണ്ടാവുക എന്നതാണ് ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലെ ഒരു ആളായിട്ട് തന്നെ കാണുക, നിങ്ങളുടെ സുഹൃത്തായിട്ട് കാണുക, നിങ്ങളേത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് തന്നെ കാണുക. പിന്നെ എല്ലാ സമയവും ഇപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാനൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ തന്നെയുള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുകൊണ്ട് പലപ്പോഴും ഫോണുകൾ എടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നും എൻ്റെ പ്രാർത്ഥനകളിലും ഞാൻ ചെയ്യുന്ന പൂജകളിലും വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്തു തരാനും ഞാൻ തയ്യാറാണ്. എല്ലാവരും വിജയിക്കട്ടെ. നമുക്ക് വിജയിക്കണം. ജീവിതത്തിൽ നമുക്ക് ആരുമില്ല എന്ന് പറഞ്ഞാലും ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മുന്നിൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ട് വരും. അതിൽ നിങ്ങൾ ആ സംഭവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആരുമില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ആരെങ്കിലും ഒരാൾ മനുഷ്യരൂപത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, കൂട്ടായിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. എൻ്റെ ജീവിതാനുഭവമാണ്. എത്ര മോശപ്പെട്ട അവസ്ഥയാവട്ടെ അവിടെ നമുക്ക് ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുറ്റം പറയുന്നവരുണ്ടാവും, കളിയാക്കുന്നവരുണ്ടാവും, നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും, പലതരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങളുടെ കൂടെ അവർ പറയത്തക്കതായിട്ടുള്ള ഒരു ബലവുമില്ലാത്ത ആൾക്കാരാവും. പക്ഷെ എന്നാലും മാനസികമായിട്ടും വാക്കുകൊണ്ടും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് അത് തന്നെയാണ് ദൈവം എന്ന് വിശ്വസിക്കുക. അങ്ങനെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് നിങ്ങളുടെ ദൈവം. ആ തരത്തിലുള്ള മനുഷ്യന്മാരുടെ വലിയൊരു കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പൊയ്യാറ മഠത്തിലെ വിഷ്ണുമായ സ്വാമി അമാവാസി ദിവസത്തിൽ നടത്തുന്ന നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന എല്ലാ പൂജയ്ക്കും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ, അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മായകൾ സംഭവിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളും നേരിടാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകട്ടെ. വിജയിക്കട്ടെ.